ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷൻ ഫെബ്രുവരി 16-17 ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ രാവിലെ നീച്ചിട്ട് ഇപ്പോൾ ഇതാണ് കോലം. ഒരുപാട് പേര് നമ്മൾ വീഡിയോ എന്താണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. സംഭവം എൻ്റെ ബോഡിയിലേക്ക് ചേഞ്ച് കാണുന്ന കാരണം ഞാൻ വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബോഡി ബിൽഡറോ ഒന്നുമല്ല. ഞാനതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിക്ക് പ്രൊഫഷണലി നമ്മൾ ഇതിക്ക് തിരിഞ്ഞിട്ടില്ല. സാധാ കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കുന്നു, കോമ്പറ്റീഷനൊക്കെ ചെയ്യണു. ഇതാണ് എൻ്റെ പണ്ടത്തെ കോലം. ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ മാറിയിരുന്നു. രാവിലെ തന്നെ ചിക്കനും സിൽസില എന്നാണ് നമ്മുടെ പറയുക, സിൽസിലയും കഴിച്ചു. അത് കഴിഞ്ഞിതാ പൂവാനുള്ള പണിയെടുക്കുകയാണ്. ഈ ബോഡി കണ്ടിട്ട് നാച്ചുറൽ അങ്ങനെ ഈ ബോഡി ഉണ്ടെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ബോഡി ഒരുപാട് മാറിയിട്ടുണ്ട്. 2-3 ജിമ്മിൽ പോയതിന് കാര്യമുണ്ട് നിൽക്കുന്നതുകൊണ്ട്. നാച്ചുറലായിട്ട് സപ്ലിമെൻറ്റ്സോ ഇതേമാതിരി ക്രിയാറ്റിനോ പ്രോട്ടീനോ ഒന്നും എടുക്കണില്ല. ഒരു സപ്ലിമെൻറ്റ്സോ ഒരു കാര്യങ്ങളും ഇല്ലാതെയാണ് ഇങ്ങനെ ബോഡി ആയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പണിക്ക് പോവാണ്. പണിക്ക് പോയി ബൈക്കിലാണ് പോണത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുക. അവിടെ 9, 9:15, 9:00 ആകുമ്പോഴേക്കും എത്തും. വർക്ക്ഷോപ്പിലെത്തി. ഇതാണ് പണി. ഫുള്ള് കാര്യം പോകുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകണതിലൊക്കെ നമ്മൾ സ്പൂൺ ഉണ്ടാവാറുണ്ട്. അതാകുമ്പോൾ എടുത്ത് കഴിക്കാൻ സുഖമാണ്. കൈ ആവശ്യമില്ല. അത് കഴിഞ്ഞിതാ വർക്ക്ഷോപ്പിൽ പണിയുണ്ട്. വീഡിയോസിൻ്റെ ഒക്കെ താഴെ നല്ല നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. ആദ്യം ബോഡി സെറ്റ് ചെയ്യും, എന്നിട്ട് മതി വീഡിയോ ഇടൽ. അതേമാതിരി ബോഡിക്ക് വലിയ ചേഞ്ച് ഒന്നും ഇല്ല, കാര്യങ്ങൾ അങ്ങനെ രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമുക്കൊന്നും വിഷയമല്ല. കാരണം 3 കൊല്ലമായിട്ട് ഞാൻ നാച്ചുറലി സെറ്റാക്കി എടുത്ത ബോഡിയാണിത്. ഇതിപ്പോൾ പണി കഴിഞ്ഞപ്പോൾ കട്ടായതാണ്. ഇങ്ങനെ ഇത്ര കട്ടാവില്ല, ഒരു 60 കിലോനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ 57 കിലോനായിരുന്നു. എന്തായാലും നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ കട്ടായിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിനായിട്ട് ഡയറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഡയറ്റൊന്നും കൊടുക്കലുമില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ കോമ്പറ്റീഷൻ പോകുന്ന തലേദിവസം വരെ ബിരിയാണി നിന്നിട്ടാണ് പോയത്. കാരണം അങ്ങനത്തെ ഒരു ബോഡിയാണ്. വല്ലാതെ ഫാറ്റ് കയറി നിൽക്കണില്ല. അത്യാവശ്യം നല്ല ലോഡുള്ള പണിയാണ്. വിമാനം പോകുന്നുണ്ട്. താഴത്തൊക്കെ വീടെടുത്താണ്. രാത്രി പോലെ വൈകിട്ടാണ് പണി കഴിഞ്ഞത്. കാരണം അതാ ഒരു 12 മണിയൊക്കെ ആയിരുന്നു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. മന്തിയാണ് അടിച്ച്. അത് കഴിഞ്ഞ് നേരെ പെരയിൽ പോവാണ്. ആ വീടിൻ്റെ ഇടയിൽ കുറ്റം പറയണവരൊക്കെ ഇനിയും വന്ന് കുറ്റം പറയുക, സന്തോഷമായിരിക്കുക. നമ്മളിങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയിക്കൊണ്ട് പട്ടിണി കിടന്നുള്ള ഡയറ്റിങ്ങൊന്നും നമുക്കില്ല. നല്ലോണം തിന്നുക, നല്ലോണം പണിയെടുക്കുക. അപ്പോൾ രാത്രി 2 കഥച്ചക്ര ഭക്ഷണം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ഡൺ.